സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് കോടിയേരി സ്മൃതി സെമിനാർ. കോടിയേരിയുടെ 3ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ചൊക്ലിയിൽ സംഘടിപ്പിച്ച സെമിനാർ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ത്രിപുര മുൻ മുഖ്യമന്ത്രിയുമായ മണിക് സർക്കാർ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയും ജനാധിപത്യവും നേരിടുന്ന വെല്ലുവിളികളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും സെമിനാറിൽ ചർച്ചയായി. ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം താൽപര്യങ്ങൾക്കായി BJP ദുരുപയോഗം ചെയ്യുകയാണെന്ന് മണിക് സർക്കാർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഉപയോഗിക്കുന്നു. ബീഹാറിൽ മാത്രം 65 ലക്ഷം വോട്ട് നീക്കി. മുസ്ലിം, പട്ടികജാതി, പട്ടികവർഗ, ദരിദ്ര തൊഴിലാളി വിഭാഗങ്ങൾക്കാണ് വോട്ട് നഷ്ടമായത്. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളുമെല്ലാം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അട്ടിമറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. They fail in Bihar, that will have its negative impact in all these coming elections. That's why using Election Commission of India, they have formed according to their own choice, they have undertaken this special program. And by this time you must have known 65 lakh names from the electoral roll they have cut down. സമകാലിക രാഷ്ട്രീയ വെല്ലുവിളികൾ ആഴത്തിൽ പരിശോധിക്കുന്നതായിരുന്നു കോടിയേരി സ്മൃതി സെമിനാർ. സെമിനാറിലെ ആദ്യ സെഷനിൽ ഭരണഘടനാ വർത്തമാനവും ഭാവിയും വിഷയം ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PTD ആചാരി അവതരിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമകാലിക വെല്ലുവിളികൾ എന്ന വിഷയം മുൻ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് അവതരിപ്പിച്ചു. ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമർപ്പിച്ചാണ് സെമിനാർ ആരംഭിച്ചത്. ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയും പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലും ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ.